Hi friends, Assalamualaikum. Welcome back to my channel Aafi Flavour. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി കാരമൽ പോപ്കോൺ ആണ്. എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാൽ എളുപ്പത്തിൽ. ഇത് നമുക്ക് മെഷീനൊന്നും വേണ്ട. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂടാതെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓളെന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാൻ ചൂടായ ശേഷം നമുക്കിതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ. എന്നിട്ട് ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ബട്ടർ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ കോൺ ചേർത്ത് കൊടുക്കാം. ഈ ഡ്രൈ കോൺ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മതി കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല മിക്സ് ചെയ്തെടുക്കാം. ഈ കോണിൻ്റെ ചെറുതായിട്ട് കളറൊക്കെ മാറാൻ തുടങ്ങും. അപ്പം തന്നെ ചെറുതായിട്ട് പൊട്ടുകയും ചെയ്യും. അപ്പം തന്നെ നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. ആണ്ടേ പൊട്ടാൻ തുടങ്ങുന്നുണ്ടോ? അപ്പം നമുക്ക് അടച്ച് വെക്കാം, അല്ലെങ്കിൽ ഇവിടെ ഫുൾ പോപ്കോൺ ആവും. ഇത് പൊട്ടി തീരുന്നവരെ നമ്മൾ അടപ്പ് തുറക്കാൻ പാടില്ല കേട്ടോ. ഇതവിടെ നല്ല രീതിയിൽ പൊട്ടുന്നുണ്ട്. ഇതിൻ്റെ ആവി വെള്ളം കാരണം കേട്ടോ നമുക്ക് കാണാൻ പറ്റാത്തത്. ഇത് പൊട്ടുന്ന കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടല്ലേ. ഇതാ നമ്മളെ പോപ്കോൺ ഇവിടെ എല്ലാം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഈ അടപ്പൊന്ന് തുറക്കാം. ഇത് തുറന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. എന്തെങ്കിലും പൊട്ടാനുണ്ടെങ്കിൽ അത് പൊട്ടിക്കോളും. ഇത് നമുക്ക് വേറെ പാത്രത്തിൽ മാറ്റണമെങ്കിൽ വേറെ പാത്രത്തിൽ മാറ്റാം. അത് വേറൊരു പാത്രത്തിൽ കാരമൽ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ വേറൊരു പാത്രത്തിൽ മാറ്റി. അതിനുശേഷം ആ പാത്രം തന്നെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന. അപ്പം നമുക്ക് ആ പാത്രം തന്നെ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതായിട്ട് നമുക്ക് ഈ പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കാം. ഇത് നമ്മൾ വെള്ളവും ചേർക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് നമ്മളിവിടെ കാരമൽ ചെയ്യാണ്. ഒരുപാട് കാരമൽ ഉണ്ട് കേട്ടോ. നല്ല കാരമൽ ചെയ്താൽ അത് കയ്പ്പ് വരും. വേണമെങ്കിൽ മധുരം കൂട്ടാം, കുറയ്ക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഇവിടെ നല്ല രീതിയിൽ കാരമലായി വരുന്നുണ്ട്. നമ്മുടെ പഞ്ചസാര ഇവിടെ നല്ല കാരമലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഈ ബട്ടർ മെൽറ്റായ ഉടൻ തന്നെ നമുക്ക് പോപ്കോൺ ചേർത്ത് കൊടുക്കാം. കുറേ നേരം ഇത് കിടന്നാൽ നമ്മളെ കാരമൽ ടേസ്റ്റ് ആണ് കേട്ടോ. കാരമൽ പോപ്കോൺ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതാ നമ്മളെ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പം
തന്നെ ഇടണം കേട്ടോ, കുറച്ചിട്ടൊന്നും മാറ്റി വയ്ക്കാൻ പാടില്ല. അപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് പോപ്കോൺ ഇട്ട് കൊടുക്കാം. ഇതാ നമ്മൾ പോപ്കോൺ എല്ലാം ഇത് ചേർത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. കാരമലെല്ലാം ഈ പോപ്കോണിൽ പറ്റുന്ന രീതി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ആ ചൂടോടെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതാ നമ്മളിവിടെ എല്ലാം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ കട്ട പിടിച്ച് കിടക്കും. അതൊന്നും സാരമില്ല. ഇത് ചൂടാറുമ്പോൾ നമുക്ക് നിരത്തിയിട്ടിട്ട് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടാൽ മതി. ഇതാ നമ്മളെ കാരമൽ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തൊട്ടടുത്ത് കാണാൻ കുഞ്ഞു ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്തിട്ട് ഓളെല്ലാം ഓപ്ഷനും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. എല്ലാവരും സപ്പോർട്ട് തന്നതിനും ഒരുപാട് നന്ദിയുണ്ട്. ഇൻഷാല്ലാ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ടാറ്റാ, അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.